ഹലോ ഗൈസ്, എല്ലാവർക്കും ഷാഡോ ഗെയിമറിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് വിത്ത് 1 ബ്ലോക്ക്. കണ്ടില്ലേ, എന്താ വായിക്കുക? ബ്രേക്ക് ദ ബ്ലോക്ക് ബിലോ യു. ഈ ബ്ലോക്ക് പൊട്ടിക്കാനേ, അതായത് ഈ ബ്ലോക്ക് പൊട്ടിച്ചാൽ എന്താ ഉണ്ടാവുക അറിയില്ല. ഈ ബ്ലോക്ക് പൊട്ടിച്ചാൽ നമ്മൾ താഴത്തേക്ക് പോകുന്നില്ല, പക്ഷേ ഈ ബ്ലോക്ക് പൊട്ടിച്ചാൽ വേറെ ബ്ലോക്ക് പൊട്ടി വരും, അതായത് ടെലിപ്പോർട്ടായി വരും. മറ്റേ എൻഡർമെൻ്റെ സാധനങ്ങളൊക്കെയാണ് 4 പേർ വേണം. ഓക്കെ, അപ്പം നമുക്ക് അധികം ലാഗടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഐ ആം ഷാഡോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷാഡോ ഗെയിം. അപ്പോൾ ബ്രേക്ക് ദ ബ്ലോക്ക് ബിലോ യു. നമ്മൾ ബ്ലോക്ക് പൊട്ടിക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, ഇങ്ങനെ വരും. പിന്നെ ദ ബ്ലോക്ക് വിൽ ബി റീജനറേറ്റ് ചെയ്ത് തരും. ഇറ്റ് ഈസ് ആൻ ഇൻഫിനിറ്റ് ബ്ലോക്ക്. ഈ ബ്ലോക്ക് അൺലിമിറ്റഡ് ആണ്, അതായത് നിൽക്കില്ല. അതാ ഇറ്റ് ഈസ് സ്പോൺസ് മോർ ദാൻ ഡേർട്ട്. നമുക്ക് ഇത് ബെഡ് റോക്ക്. നമുക്കത് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാം കേട്ടോ, അതിൽ പേടിയൊന്നുമില്ല. ഇനി ഈ മരം വെട്ടി കണ്ടില്ലേ, നമുക്കിതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ചെസ്റ്റ് ക്യാൻ ആൾസോ അപ്പിയർ. എന്തോ എനിക്കറിഞ്ഞൂടാ. സാപ്ലിങ്സ് കിട്ടി. സാപ്ലിങ്സ് അതാണ് നമുക്ക് വേണ്ടത്. ഭാഗ്യം. എൻ്റർ യുവർ പ്ലാറ്റ്ഫോം. ദർ ആർ 70 ലെവൽസ്. 16 ലെവൽസ് ഉണ്ട്. ലെവൽസ് വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കണം. ദ ഫസ്റ്റ് ലെവൽ ഈസ് എ പ്ലെയിൻസ്. മറ്റേ നമ്മളെ പ്ലെയിനല്ലേ, മറ്റേ പ്ലെയിൻ സ്ഥലം, ആ മരം അവിടെ ഒക്കെ ഉണ്ടാവണേ, അതാണ് ഈ സാധനം. എന്താ ഹായ്, അടുത്ത് പോകുമ്പോൾ നമുക്ക് ഗോസ്റ്റ് വല്ല വേണം. ഇപ്പോഴത്തെ അപ്ഡേഷനിൽ വന്നതാ. ഇതെന്താ ദർ ഫൈറ്റിംഗ് മോബ്സ് ആൻഡ് ബ്ലോക്ക് സ്പോൺ. ഇങ്ങനെ എന്തോ ഫൈറ്റിംഗ് മോബ്സൊക്കെ ബ്ലോക്ക് സ്പോൺ. ഇതെന്താണ്? ബട്ട് ഡു നോട്ട് ഫോർഗെറ്റ് സേവ് യുവർ ഐറ്റംസ് ഇൻ ചെസ്റ്റ്. ചെസ്റ്റിലെന്താ കുറച്ച് ദൂരൊക്കെ ആക്കിയേക്കാം. ക്രീപ്പർ വിട്ടിച്ചാലേ പെടുള്ളൂ. ക്രീപ്പറിൻ്റെ ബ്ലാസ്റ്റ് ഇതുവരെ ഉണ്ടാവും. സാപ്ലിങ്സ് ആണ് മെയിൻ. ഇനിയിപ്പോൾ പോയാലും കുഴപ്പമില്ല. അതോ ഷിറ്റ്, ഇത് ഹാർഡ് കോറൊന്നുമല്ല, പേടിക്കാനൊന്നുമില്ല. ഞാൻ സ്പീഡ് തുറത്തേണ്ട സ്പോണാവും. അതോ അവൻ പോയി. ഓക്കെ, സേവ് യുവർ ഐറ്റംസ് ഇൻ ചെസ്റ്റിൽ സേവ് ചെയ്യാണ് പറഞ്ഞത്. ബ്ലോക്ക് ലൈക്ക് ഗ്രാവൽ ഫെൽ. ബ്ലോക്ക് ഗ്രാവൽ താഴത്തേക്ക് പോകുന്നത്. അതെന്താണ്? ദിസ് ഐറ്റംസ് ക്യാൻ ഹെൽപ്പ് വിത്ത് ദാറ്റ്. വാട്ടർ. ഓക്കെ, ഇത് ഹെൽപ്പ് തന്നെയാണ്. ഓക്കെ, എനിക്ക് വിശ്വാസമല്ല. ഞാൻ ചിലപ്പോൾ താഴത്തേക്ക് വീണാൽ ഈ ബക്കറ്റും കൊണ്ട് പോകും. അതുകൊണ്ട് ഞാൻ ആകുള്ളൊരു ബക്കറ്റാണ്. അയാളൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ ഇത് നമ്മൾ താഴത്ത് വെച്ചിട്ട് കണ്ടില്ലേ, ഞാൻ ചിലപ്പോൾ പോകാൻ സാധ്യത ഉണ്ട്. രക്ഷപ്പെട്ടു. ഇനി ഇത് വെള്ളം കൊണ്ട് മൂടാൻ പറ്റില്ല. നമ്മൾ ഇത് ബക്കറ്റ് എടുത്ത് ആ വെള്ളം വെക്കണം. ഞങ്ങൾക്ക് ഫാം ചെയ്യാനൊന്നും ഫുഡ് ഉണ്ടാവില്ല. ഇതിൽ ഡയമണ്ടിനെക്കാളും വലുതാണ് ഈ വെള്ളം ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇതെന്താ? പ്ലീസ് വിസിറ്റ് യുവർ യൂട്യൂബ് DTAMC. വിസിറ്റ് ചെയ്യാണ് യൂട്യൂബിൽ. എന്താണിത്? എൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ ചില സ്ക്രീൻഷോട്ട്. പോലെ സ്ക്രീൻഷോട്ട്.
ബ്ലോക്ക് ഗ്രാസ് ഡേർട്ട് എന്തോന്ന് എനിക്കറിഞ്ഞൂടെ. വല്ലതും ചാവുന്നുണ്ടോന്ന് അവിടെ കിടന്നിട്ട് കറിഞ്ഞൂടെ കേട്ടോ. പുക വരുന്നു. ഗ്രാവൽ കിട്ടി കണ്ടില്ലേ. നമ്മൾ താഴത്തെ ആ ബ്ലോക്ക് വെച്ചോട്ട് അത് ഗ്രാവൽ താഴത്തേക്ക് പോയില്ല, അല്ലെങ്കിൽ അത് പോയിരുന്നു. എന്തെങ്കിലുമൊക്കെ നല്ല കിട്ടുമോ? നല്ലതൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ഡേട്ട കോഴ്സ് ഡേട്ട കോഴ്സ് ഡേട്ട അല്ല. അയ്യോ എന്താ ഓടാ, നീയിപ്പോൾ ആവശ്യമല്ല. നീ ഇനിയും കുറേ സ്പോണാവും. ഈ ഗ്രാസ് ഡേട്ട് കഴിഞ്ഞാൽ ചെറിയൊരു പണി വരും ഇവിടെ. അതുകൊണ്ട് ഈ ഗ്രാസ് ഇവിടേക്കൊന്ന് സ്പ്രെഡ് ആയിക്കോട്ടെ. നമുക്ക് അപ്പളക്ക് ചെറിയ ഫ്ലാറ്റ് ഉണ്ടാക്കണം ഇവിടെ. ഫ്ലാറ്റ് പ്ലേസ്, അതായത് ആ ട്രീ വളരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഡേട്ടിനി അത്യാവശ്യത്തിന് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡേട്ട് അധികം ഇതാക്കാത്തത്, മൈൻഡ് ചെയ്യാത്തത്. ഫുള്ള് ഡേറ്റ് കൊണ്ട് ഉണ്ടാക്കണത്. ബെഡ് റോക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊട്ട് വല്ല ഉപകാരമൊന്നുമില്ല. അതുകൊണ്ട് ഇതിവിടെ വെക്കുക. എന്നിട്ട് ആ മരം എടുത്ത് ഇതിൻ്റെ സെൻറ്ററിൽ നീണ്ട് നിവർന്ന് ഇരിക്കുന്നൊക്കെ ഓക്കെ. പിന്നെ നമുക്കിതെല്ലാം ഇതിലേക്ക് വെക്കാം. ഡേട്ടൊക്കെ സേവ് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കിതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം അത്യാവശ്യത്തിന് വലിയൊരു ഡേട്ട് ഗ്രൗണ്ട് അല്ല. ഇവിടെ കോബ്സ് ഇടാൻ പറ്റുകയാണെങ്കിൽ വെക്കണം. പിക്കാക്സ് നമ്മളിതെത്തിട്ട് ഇതിൽ ക്രാഫ്റ്റിൻ്റെ അവൾക്ക് പോയിട്ട് ഇതുണ്ടാക്കിയിട്ട് ക്രാഫ്റ്റിൻ്റെ അവൾ സേഫ്റ്റിയിൽ വെക്കണം കേട്ടാ. ഓക്കെ, കാരണം ഇപ്പം നമുക്കതിലുള്ള മൊത്തം ഇമ്പോർട്ടൻ്റ് സാധനങ്ങളാണ്. ഒന്നും കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റില്ല. ദാറ്റ്സ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നാവോ എനിക്കറിഞ്ഞൂടെ. അങ്ങനെ ബ്ലോക്ക് കിട്ടി ഗൈസ്. നമുക്കിതൊട്ട് ഈ മരം വലുതാക്കാൻ കഴിയും. അതായത് എന്താ അതിൻ്റെ പേരൊക്കെ അറിഞ്ഞൂടെ കേട്ടോ. ഇപ്പം നമുക്ക് വെറുതെ അതാ ജസ്റ്റ് അങ്ങനെ നമുക്ക് ജസ്റ്റ് കിട്ടിയിട്ടുണ്ടേ. തുറന്നേക്കാം. പുതിയൊരു സാപ്ലിങ്സ് കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക്. സാപ്ലിങ് ഇതാണ് നമ്മളുടെ പുതിയ സാപ്ലിങ്. എടുത്ത് വെക്കാം. സാപ്ലിങ് എന്ന് പറഞ്ഞതിൽ അത്യാവശ്യമാണ്. കേട്ടോ, ഏതായാലും വന്നല്ലേ ഇതുവരെ. ഇത് രാത്രി ഫാനും സ്പോണാന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഇവിടെ ഒന്നും സ്പോണാവില്ലല്ലോ അല്ലേ. ഇവിടെ നമുക്ക് ഡേട്ടിൻ്റെ ഗ്രൗണ്ട് വേണ്ടല്ലേ. മോബ്സൊക്കെ സ്പോൺ ആവണ്ടല്ലേ. പൊട്ടിച്ച ഡേട്ട് മൊത്തം പോവും. ഇവനെ നമുക്ക് അങ്ങോട്ട് ദല്ലൊട്ടി. നമുക്ക് ചെറിയൊരു കുടിയിൽ പോലെ ഇവിടെ ഉണ്ടാക്കണം. അപ്പം നമുക്കിത് കണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. പിഗ്ഗ അങ്ങോട്ട് പോ. എല്ലാവരും നല്ല നല്ല അനുസരണമുള്ളവരാണ്, നല്ല ആൾക്കാർ. ഇതിന് 6 എന്ത് സംഭവമുണ്ട്, പക്ഷെ അത് തീരൂല എന്നാവോ. ആ 6 എണ്ണം കഴിഞ്ഞാൽ വീണ്ടും വരുമെന്നാണ് എൻ്റെ സംശയം. ഇതൊക്കെ വടിയെടുത്ത് വെക്കാം. വടി കൊണ്ട് അടിച്ച് പൊട്ടിക്കണം എല്ലാതും. ഇവൻ ആവശ്യം വരും. ഇവൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവനെ മറക്കണ്ട. ഇവനെ കളയരുത്. ബാക്കിയുള്ളൊക്കെ തിക്കിത്തരേ. പോ.
ഇവൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സാധനം കണ്ടോ, ഇവന് എന്താ ഉപകാരം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. കുറച്ച് ആദ്യം തന്നെ ഉണ്ടാക്കി വച്ചേക്കാം. എവിടെയാണ് ഇപ്പോൾ സാധനം? ഇങ്ങനെയായിരുന്നു ഉണ്ടാക്ക്. എനിക്കുണ്ടാക്കാനൊക്കെ അറിയാം, എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. എന്നിട്ട് ഇതെടുത്ത് ഇവിടെ വെക്ക്. നമുക്ക് ഈ ചെസ്റ്റ് എടുത്താൽ ഇവിടെ വെക്കണം. ഓക്കെ, എന്നിട്ട് ഈ ഡേട്ടൊക്കെ നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ഇതെന്താ സാധനം? എന്തോന്ന് ചെറിയ ബോറിങ് ഉള്ള സാധനം. ഇപ്പോഴല്ല ബോറിങ്. അതാ ഈ സാധനം കണ്ടോ, ഇതാണ് നമ്മളുടെ ഫുഡ്. ഇത് ഇവിടെ എടുത്തേക്കാം. ഫുഡ് ആവശ്യമായി നോക്കി ഇതെടുത്ത് കുടിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇതിനെ കളയരുത് എന്ന് പറഞ്ഞത്. ഇതിൽ നിന്ന് ആ സാധനം കൊടുത്താൽ ഇതിൽ നിന്ന് അൺലിമിറ്റഡ് ഫുഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ കളയരുത് എന്ന്. ഷീപ്പ് ബെഡ്. ഇതിൻ്റെ മോന്താക്ക മാറിയല്ല അപ്ഡേഷൻ നോക്കുമ്പോൾ. നോക്ക് ഇതിൻ്റെ മോന്താക്ക ഇത് ഞാൻ ഇതിലല്ല ആദ്യം. ഷീപ്പിൻ്റെ മോന്താക്ക മാറി അപ്ഡേഷൻ വന്ന് നോക്കുമ്പോൾ. മൈൻക്രാഫ്റ്റിനെ സമ്മതിക്കണം. ബഗ് റോക്ക് എഡിഷനാവോ അവസാനം? ഫുള്ള് ബഗ് കൊട്ടെന്ന് പറഞ്ഞു. ഇവണ്ട് വേണ്ട. അവൻ പോയോ? ഇല്ല. പോടാ അണക്കിന്നെ തല്ലിടാൻ വെക്കൂല, നോക്കണ്ട. അവൻ പോയോ? എടാ പോകരുത്, നീ പോകരുത്. എൻ്റെ ആകെയുള്ളൊരു ഫുഡ് സോഴ്സാണ് നീ. അതുകൊണ്ട് നിൻ്റെ മുമ്പിൽ കിങ്ങിനെ അപേക്ഷിക്കാം. മഹാരാജാവേ പോവരുത്, ഒരു തെല്ലത്താണ് നിൽക്കണം. ഒരു തെല്ലത്ത്. നീ പോവരുത്, അവൻ പോയി. പക്ഷേ എൻ്റെ ആകെ ഒരു ഫുഡ് സോഴ്സ് ആയിരുന്നു. എന്നാലും ഞാനവിടെ കണ്ടില്ലേ, എൻ്റെ ഫുഡ് സോഴ്സിൽ നിന്ന് നല്ല എടുത്ത് വെച്ചേക്കണം. ഭാഗ്യം, അതാണ് ഞാൻ ആദ്യം എടുത്ത് വെച്ചത്. അതാ പിന്നെ ജസ്റ്റ് കിട്ടി, ഫുഡ് സോഴ്സ് കിട്ടി. അല്ല, ഈ സാധനം കണ്ടോ, ഈ ലീഫ് ലൈറ്റർ. ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ബോൺവീൽ ചെയ്ത ബോൺവീലാവൂല. അത് ബോൺവീലായാൽ മതിയായിരുന്നു. മരായി, എൻ്റെ ഫസ്റ്റത്തെ മരം ഗൈസ്. ഈ വേൾഡത്തെ 1 ബ്ലോക്ക് സീരീസിലെ ഫസ്റ്റത്തെ മരം ഇങ്ങനെ ഇതാ ഞാൻ പൊട്ടിച്ചിരിക്കുന്നു. ഫുള്ള് പൊട്ടിക്കാം. പിക്കാച്ചോട്ട പൊട്ടിക്കണ്, കയ്യോട്ട അയക്കും നല്ലത്. അതിൻ്റെ സാപ്ലിങ്സ് ഒക്കെ പോവാതെ എന്നാൽ മതിയായിരുന്നു. ഇത് 3 ദിവസം ഉറങ്ങാതായ ഫാനിൻ്റെ സ്പോൺ ആവൂല എന്നാവതിൽ. മൈൻക്രാഫ്റ്റിൻ്റെ കാര്യമായിട്ട് പറയാനും പറ്റില്ല. അപ്ഡേഷൻ ആവട്ടെ, എന്തൊക്കെ വരികയെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടെ. എന്താണിത്? ഒന്നും കാണാനല്ല. അങ്ങോട്ടുണ്ടോ? സ്ക്രൗച്ച് ചെയ്ത് നിൽക്കുന്നത് സേഫ്റ്റി, അല്ലെങ്കിൽ എപ്പോഴോ തട്ടിപ്പോവാന്ന് പറയാൻ പറ്റില്ല. കാരണം ഗുണാക്കേബിള് കണ്ടില്ലേ? അയ്യോ, ഇതെടുത്തക്കട്ടെ ഞാനത്. 11 ബ്രെഡ്സ്, സാപ്പിങ്, ഈ തണ്ണിമത്തൻ, എന്നാണ് അതിന് പേരുണ്ടല്ലോ, മത്തങ്ങ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഒരു സാപ്ലിങ്സ് കിട്ടും ചെയ്തോ. ഇതാ നന്ദിയുള്ളവൻ.
ഇതെന്താ സാധനം? ഇതിൻ്റെ ഈ മോന്ത, ഈ ട്രയാങ്കിൾ രൂപത്തിലുള്ള ഈ മോന്ത എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ലോജിക്കൽ ആർമി പറയൂ, എവിടെയാണ് കണ്ടു പരിചയം? എവിടെയാണ് കണ്ടു പരിചയം? എവിടെയാണ്? ആ സവാലേന് ഇതിനെ കണ്ട് പരിചയമുണ്ട്. പോടാ, അന്നൊന്നും തീർത്ത് ഉപകാരമില്ല. അതല്ല, നിന്നെ കണ്ട ഉപകാരമൊന്നും എനിക്കറിയില്ല. വേറെ ഒന്നുമല്ല ഉപകാരമില്ല പറഞ്ഞത്. നിന്നെ കൊണ്ടും ഉപകാരം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കത് നല്ല ചാട്ടക്കാണ്. പന്നി നിങ്ങൾ വിളിച്ചല്ല, ഈ പന്നിനെ വിളിച്ചാണ്. ഈ പന്നി കോഴിക്കുട്ടിക്ക് പുതിയ അപ്ഡേഷൻ ഇൻസ്റ്റയിൽ കണ്ടതാ. ഇത് കോഴിക്കുട്ടി ഇപ്പോൾ കുട്ടിയായ മറ്റേ വെള്ള കളറിലുണ്ടാകുക. ഇവനെ കണ്ടോ? ഇതേപോലെ വ്യത്യാസമുണ്ട്. മഞ്ഞ കളർ ഉണ്ടാകുക, മഞ്ഞ കളർ ഇൻസ്റ്റയിൽ കണ്ടതാ. അപ്പോൾ എല്ലാവരും നമ്മളെ ഇൻസ്റ്റ കയറി നമ്മളെ ഫോളോ ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്യുക. പക്ഷേ പൈസ അയച്ചു തരാനൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ്? ഗിഫ്റ്റാണല്ലോ. ഓ, എന്താ പറയുക, മറ്റേ പില്ലേജറിൻ്റെ സൗണ്ട് ഇട്ടത്. സേഫ്റ്റി വെക്കാം നമുക്ക്. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്പേസും ഇല്ല അതിൻ്റെ ഉള്ളിൽ. സ്റ്റിക്ക്, ഓക്കെ, സ്റ്റിക്ക് ആവശ്യം വരും. സാപ്ലിങ്സ്, സ്റ്റിക്ക് നമുക്ക് അവരെ വെടി വെക്കാൻ എടുക്കാം. പോവല്ലേ? ദൈവങ്ങളെ കാത്തോളണേ. വില്ലേജസിനോട് സ്നേഹമുണ്ട്. നല്ല സാധനങ്ങളാണ് തന്നത് എനിക്ക്, അറിയോ? പിക്കാക്സ്, സ്റ്റോൺ പിക്കാക്സ്, സ്റ്റോൺ ആക്സ്, സ്റ്റോൺ സോഡ് വരെ തന്നു. അവർ തല്ലിക്കൊല്ലാൻ തന്നെ പറഞ്ഞില്ല. അവർക്കാരും അവരെ തല്ലിക്കൊല്ലാൻ വരുന്നത്. അതുകൊണ്ട് അവർ ഗിഫ്റ്റ് തന്നതാണ് എനിക്ക്. ഒരു സായ കളിച്ചിട്ട് ഇനിത് എത്ര നേരം ഉണ്ടാകുന്നവ? കേവിൻ്റെ അവിടെ എത്തിയാ ഞാൻ കാരാൻ വരിക. മോബ്സ് എന്ന് പറഞ്ഞെടുത്തിട്ടുള്ളൂ. ഇത് മോബ്സാണ്, മറ്റേ മോൺസ്റ്റേഴ്സ് അപ്പോഴാണ് വരികയുണ്ടാവുക കേവ് എത്തിയാൽ. ഞാൻ ഫസ്റ്റ് ടൈമല്ല ഈ വൺബോക്ക് കളിക്കണേ കേട്ടോ. ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ കുട്ടിയായി. അവൻ്റെ തല ഞാൻ അങ്ങോട്ട് എടുത്തു, അവൻ വടിയായി. വേറെ ഒന്നില്ല, ഇതിനെ തന്നെയായിരുന്നു അവൻ്റെ സ്പോണയൊക്കെ ഞാൻ വേഗം വണ്ടിയത്. ഓക്കെ, വേണി ജസ്റ്റ് ഇട്ടി. ക്യാരറ്റ് ഇതെന്താ? ഗോൾഡോ? എന്താ സാധനം? MBT can be only stock of items. അതിലെ ഐറ്റംസ് ഒക്കെ വേഗാണിത്. സീഡ്സ്, പൂവ്, പുല്ല്, ഇല, അത് ഇത്. ഞങ്ങൾക്ക് എന്തിനത്? ക്യാരറ്റ് ലാഭമാണ്. ക്യാരറ്റും പൊട്ടാറ്റയും ലാഭമാണ്. ബാക്കിയുള്ളതൊക്കെ എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടെ. മൈൻക്രാഫ്റ്റിന് തോന്നിയല്ലേ തന്നു, അതിനൊരു നന്ദി പറയണമല്ലോ നമ്മൾ.
തന്നതിനൊരു നന്ദി. അങ്ങനെ ഒരു സ്റ്റേക്ക് ഡേട്ടായിട്ടുണ്ട് ഗൈസ് നമ്മളെടുത്ത്. ഇതിപ്പോൾ എന്താ സാധനം? ഈ ലോകം. ആ എഴുത്തും കണിക്കോട്ടൊന്നും മനസ്സിലാവണില്ല. സ്റ്റോണിൻ്റെ അവിടെ എടുത്ത് വെച്ചു ഗ്രാവൽ മനസ്സിലാവാഞ്ഞിട്ട്. ഷീപ്പേ നീ വളർന്ന് വലിയ കുട്ടപ്പനായി, നിന്നെ ഞാൻ വടിയാക്കും. ഓക്കെ, ഇനി വീണ്ടും മൈനിങ്. ഇന്നത്തെ വീഡിയോ 1.5 മണിക്കൂറായി. ചിലപ്പോൾ വീഡിയോ ഇടാൻ പറ്റില്ല. ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്തറിയോ, ഈ ഒരു ഇതിൽ 1 ബ്ലോക്കിൽ അയൺ ഫാം ഉണ്ടാക്കണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉണ്ടാക്കണോ? നിങ്ങൾ കമൻറ്റ് പറയുക. അയൺ ഫാം അങ്ങനത്തെ ഫാമുകൾ ഉണ്ടാക്കണം. ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാനുള്ള റിസോഴ്സ്, കുറച്ച് പണി, ബാക്കിയുള്ളതൊക്കെ നമുക്ക് തട്ടിക്കൂട്ടാം ഉണ്ടാക്കാനൊക്കെ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എടാ പശു മാർക്കങ്ങട്ട്. ഇതൊന്നും തിന്നിട്ട് നമുക്ക് ഷീപ്പിനായിട്ടൊരു സ്ഥലം ഉണ്ടാക്കണം. ഷീപ്പുകൾ ഇമ്പോർട്ടൻ്റാ. ബെഡിന് ആവശ്യം വന്നാൽ കുഴപ്പമാണ്. ഇതൊന്ന് ഒരു വൂള് കിട്ടി. ഇവൻ വലുതായ നമുക്കൊരു വൂളും കൂടി കിട്ടും. ആ വൂള് കൊണ്ട് നമ്മൾ അവനെ കൊല്ലും. വാളെടുത്ത് അവനെ കൊല്ലും. അപ്പോൾ ഒരു വൂളും കൂടി കിട്ടും. പിന്നെ ഒരു ഷീപ്പും കൂടി സ്പോൺ ആകുമ്പോൾ നമുക്കൊരു വൂളും കൂടി കിട്ടും. അങ്ങനെ നമ്മൾ ബെഡ് ഉണ്ടാക്കി രാത്രി കിടന്നുറങ്ങും. എൻ്റെ കുഞ്ഞു ബുദ്ധി ഉണ്ടില്ലേ. പറ്റണമെങ്കിൽ ഇന്നത്തെ സൺസെറ്റ് കാണണം. എവിടെയാണ് ഇന്നത്തെ ചന്ദ്രൻ? സൂര്യനെ കാണാനില്ല. മുകളില താഴത്താക്കാരം കാണാമല്ലോ. ജസ്റ്റ് ഇതിലിപ്പോൾ എനിക്ക് അത്യാവശ്യത്തിന് നല്ലതൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. വുഡ് എനിക്ക് അത്യാവശ്യമാണ് ഇവിടെ. സാപ്ലിങ്സ് അത്യാവശ്യം. ഇതിലുള്ളൊന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ ഡേറ്റ് കൊണ്ടുപോയി വെച്ച് ഈ ഗ്രാസം ഇവിടെ വെച്ച്, ഈ ഗ്രാസം വെച്ച്, സാപ്ലിങ്സ് വെച്ച്, ഇത് വെച്ച്, പിന്നെ ഇപ്പം എന്താ വുഡൻസ് വെച്ച്, മറ്റേത് വെച്ച്, പംകിന്, അതിൻ്റെ പേര് പംകിന് വത്തക്ക. എൻ്റെ മലയാളത്തിലുള്ള പേര് കിട്ടണില്ല. എൻ്റെ മലയാളത്തിലെ പേര് ഓർമ്മയുള്ളവർ പറയാം കേട്ടോ. എനിക്കതിൻ്റെ പേര് കിട്ടണില്ല. അതാണ് അവിടെ കുഴപ്പം. പലവർക്കും സംശയം ഉണ്ടാവും ഞാൻ എന്താണ് അതിനുള്ളിലുള്ള മറ്റേ പിക്കാക്സ് ഒന്നും എടുത്ത് പൊരുതാത്തത്, അതായത് പിക്കാക്സ് ഇതൊക്കെ എടുത്തൊന്നും പൊട്ടിക്കാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഫ്ലാറ്റ് വേൾഡാണ്. മറ്റേ സ്റ്റോണിൻ്റെ കേവ് ഇല്ലേ, ആ കേവ് 1 മിനിറ്റ് ഓക്കെ, ഇനി പറയാം. ആ കേവിൻ്റെ മറ്റേ സാധനങ്ങളില്ലേ, കേവിലത്തെ സാധനങ്ങൾ വരണം എന്നാലേ ഉള്ളൂ ഞാൻ സ്റ്റോണിൻ്റെ പരിപാടി തുടങ്ങുക. അതായത് ദ അൾട്ടിമേറ്റ് സ്റ്റോൺ. അവിടെ നിന്ന് ലാവട്ടിയ വെള്ളം എൻ്റെ അടുത്ത് കൊണ്ട് അവിടെ നിന്ന് ലാവട്ടിയ അൺലിമിറ്റഡ് സ്റ്റോൺ ബ്രിഡ്ജ് ലോക്ക്. എന്താ ബ്രിഡ്ജ്. അപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ലോക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ലക്ഷറി ആകും. സ്റ്റോണിൽ ലക്ഷറി. അതും തിന്നോ തെണ്ടി? എന്താ ഒരു ഗ്ലാസ് ബ്ലോക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അതൊന്നും ടെലിപ്പോർട്ടാവട്ടെ. നിന്നെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കരുത്. അതിനിപ്പോൾ എന്താണ് വഴി? അതൊന്ന് ടെലിപ്പോർട്ടാകണം. നൈമത്തെ ഗ്രാസം പോയി തിന്നല്ല, എന്നാൽ എന്നെ കൊല്ലും ഞാൻ. നീ ഒന്ന് വലുതായിട്ട് വേണം നിന്നെ എനിക്ക് തട്ടാൻ. അയ്യോ, പക്ഷെ കണ്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പിഗ് ഈ ഷീപ്പ് എന്ന രസം, ഈ കുട്ടിമുഖം രസമല്ല. അപ്പം പക്ഷേ കോഴിക്കുട്ടി രസം ഉണ്ടാവും. മഞ്ഞ കളർ കോഴിക്കുട്ടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചീമ്പാനേ ആണ് പീച്ചണ എനിക്ക്.
ബീച്ചിലൊക്കെ പാടിയിരിക്കട്ടെ. ഞാൻ മൈനിങ് തുടങ്ങട്ടെ. അതിനിങ്ങനെ പീച്ചി പീച്ചി ഓഫ് തല്ലിക്കൊല്ലണം എനിക്കിനി കോഴിക്കുട്ടിയല്ല പാവം, അതിന് വെറുതെ ഇടാം. കഴിഞ്ഞില്ലേ അത്? എടാ നീ എന്താ എന്നെ കഷ്ടപ്പെടുത്താൻ പോണ്? എന്ത് ഓട്ടോമാറ്റിക് ഇരുന്ന് പൊട്ടണ്? ഞാൻ നിൽക്കണില്ലല്ലോ, ആകെ ഒരറ്റാടി അടിക്കണുള്ളല്ലോ. അപ്പോൾ പൊട്ടേ ദൈവം, എനിക്ക് ഇത്ര ശക്തി ഉണ്ടോ? സ്പോണാവട്ടെ, എന്നെ ആർക്കും തള്ളിടാൻ വയ്ക്കില്ല. പക്ഷെ ഞാൻ നിന്നെ തള്ളിടും. നിങ്ങൾ വന്നാൽ നിങ്ങളെയും തള്ളിടും. അങ്ങനെ തള്ളിടുമല്ലോ. എന്തായില്ല ഡേരൊന്ന്. അയ്യേ നാട്ടിൽ നിന്ന് മാറടാ. അതാ പോണു. ചിക്കൻ പോണു. ഒരു സന്മനസ്സിലെ വിചാരിക്കുണ്ടാവും നിങ്ങൾ. ഇല്ലടാ, ഞാൻ കുഞ്ചു ബുദ്ധിയാ. പോയി ഭ്രാന്ത്. ഫ്ലാഗ് ബോർഡ് അത് സവാനിൽ വരുന്നല്ലേ, സവാനത്തെ വരുമ്പോഴല്ലേ വരുള്ളൂ. ഹൈ ടോർച്ച് വാല്യുബിൾ ചെസ്റ്റിൽ വെക്കാനുള്ള സീഡ് എല്ലാതും ഉണ്ടല്ലോ. ഇത് കുറച്ച് ലക്കി സാധനമാണ് കേട്ട. ഇത് കുറച്ച് ലക്കിയാണ്. ലക്കി എവിടെയാണ് എൻ്റെ ലക്കി? ചെസ്റ്റ് നിറയാനായി, പല സംഭവങ്ങൾ കൊണ്ടും നിറയാനായി ഏറ്റവും കൂടുതലുള്ളത് ഡേർട്ട്. വെറും ഡേർട്ട്. നമുക്ക് ഈ സവാനി ഒന്ന് പൊട്ടിച്ചാലോ? ഈ സാധനം കണ്ടു. അതേതാ സ്പ്രൂസ്? എൻ്റെ ഫേവറേറ്റ് ലോക നിന്ന് സ്പ്രൂസ് തന്നെയാണ്. എൻ്റെ ഫേവറേറ്റ് ലോക കിട്ടി ഗൈസ്. എൻ്റെ ഫേവറേറ്റ് ലോക സ്പ്രൂസ് എങ്ങനെ എൻ്റെ ഫേവറേറ്റ് ലോകയെന്നറിയോ? അതുകൊണ്ട് എന്ത് ബിൽഡ് ചെയ്താലും കാണാൻ നല്ല രസമാണ്. നല്ല രസമെന്നു പറഞ്ഞാൽ ഇവനെ പോലെയല്ല. എന്ത് ബിൽഡ് ചെയ്താലും ക്രാഫ്റ്റിംഗ് ഡെവലപ്പ് അല്ലാതെ ഒരേപോലെ അതില്ല. വീട് അങ്ങനത്തെ എന്ത് സംഭവങ്ങളും നല്ല രസമാണ് കാണാൻ. ഞാൻ അതുകൊണ്ട് അതിന് അടിമയായി. അടിമയെന്നല്ല, യുവർ 1 blocks level ഈസ് about to be upgrade. കേട്ടോ. പിന്നെ പൊട്ടാത്ത അപ്ഗ്രേഡ് ചെയ്യാത്തത്. അതാ അപ്ഗ്രേഡിങ് 25. ഞാൻ ഇപ്പൊക്കെ റെഡിയാക്കട്ടെ. ഇനി ഞാൻ മോബൊക്കെ സ്പോണാകാം. വാളൊക്കെ എടുത്ത് റെഡി ആവട്ടെ. അപ്പൊക്കെ ഞാൻ വാളൊക്കെ എടുത്ത് റെഡി ആവട്ടെ. ഇപ്പോഴത്തെ പിക്കാസ് തന്നിരുന്നോട്ടെ. വാളൊക്കെ എടുത്ത് റെഡിയായി അവനെ തല്ലിക്കൊന്ന് ഞാൻ മാസ് എൻട്രി. ഐ ആം ദ മാസ് ആർക്കും ഞാൻ. എന്നിട്ട് മാസ് വേടാ ഞാൻ റെഡി. ഇളക വേഗം ഒന്ന് വലുതാവടാ. എനിക്ക് രാത്രി കടന്നുറങ്ങണം. ഒരു തീ കൊണ്ടും കൂടി ചാവൂല സോംബീസ് വന്നാൽ. വായോ ഞാൻ കൊല്ലാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. 8 7 6 5 4 3 2 1